ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ വെച്ച് നടി വീണ നായരുടെ മുൻ ഭർത്താവ് അമൻ വിവാഹിതനായിരുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന വളരെ ലളിതമായ വിവാഹ ചടങ്ങിന്റെ ചിത്രങ്ങളും അമന്റെയും സുഹൃത്തുക്കളുടെയും സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രചരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണയും അമനും ഔദ്യോഗികമായി വിവാഹ ബന്ധം ഏർപ്പെടുത്തിയത്. വീണയും അമ്മനെയും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇരുവരുടെയും വിവാഹമോചനം ഒരു ഷോക്കായിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് വീണയുടെയും താരത്തിൻ്റെയും വാക്കുകളുടെയും അമനെയും പ്രേക്ഷകർ അടുത്തറിയുന്നത്. കണ്ണേറ്റൻ എന്ന ഹൗസിൽ നിരന്തരം വീണ പറയുന്നുണ്ടായിരുന്നു. അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞവർക്ക് എന്തു സംഭവിച്ചു എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലുമുണ്ടായിരുന്നു. വേർപിരിയലിന്റെ കാരണം തുറന്നു പറഞ്ഞില്ലെങ്കിലും താനായിരുന്നില്ല കണ്ണേറ്റന് ചേർന്ന പങ്കാളി എന്ന ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീണ ചെയ്തത്. അമന്റെയും റീബയുടെയും വിവാഹ വാർത്ത പുറത്തു വന്ന ശേഷം വീണ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുകയും അതിനെ ചുറ്റിപ്പറ്റി പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ രണ്ട് ചിത്രങ്ങൾ നമ്മളെ കാണുന്നു, സ്നേഹിക്കുന്നു. ഒന്ന് നമ്മുടെ പ്രതിബിംബം, മറ്റൊന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വം. ഞാൻ എൻ്റെ യഥാർത്ഥത്തെ എന്നതിലേക്ക് പടിപടിയായി നടക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലവ് യു ഓൾ എന്നായിരുന്നു വീണ കുറിച്ചത്. കുറിപ്പിനൊപ്പം ബസ് യാത്രക്കിടെ പങ്കുവച്ച ഒരു വീഡിയോ നടി പങ്കുവച്ചു. വിവാഹമോചനം എത്രത്തോളം വീണയെ ബാധിച്ചു എന്ന കുറിപ്പിലെ വരികളും നടിയുടെ വീഡിയോയുമാണ് പാവത്തിനെയും വ്യക്തമാണ്. വീണയെ ആശ്വസിപ്പിക്കാനും മുന്നോട്ടു പോകാൻ ധൈര്യം പകരാനും ഉള്ളതാണ് ആരാധകർ കുറിച്ച കമന്റുകൾ ഏറെയും. വീണ വിഷമിക്കാതിരിക്കട്ടെ, നല്ലൊരു ജീവിതം വീണയ്ക്കും ദൈവം കരുതി വച്ചിട്ടുണ്ടാകും. ചേച്ചി അത്രയും ഇഷ്ടപ്പെട്ടതായിരുന്നു. ചേച്ചിയുടെ സ്വന്തം കണ്ണൻ ചേട്ടനെ എന്നറിയാം, പിന്നെ എന്തിനാ എന്നറിയില്ല. എന്തായാലും ചേച്ചി സന്തോഷമായിരിക്കുക. എന്തായാലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാമായിരുന്നു. ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. ചേച്ചി ഡിവോഴ്സ് കൊടുത്ത് തന്നെ പാടുപെട്ടാണെന്നറിയാം. ഏത് ഇൻ്റർവ്യൂ പോയാലും ആദ്യം അയാളെക്കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ടും ആ പാവത്തിനോട് ഇത് ചെയ്തുമല്ലോ. മറ്റൊരു മഞ്ജുഭാരായി ജീവിച്ചു കാണിക്കുക, സാഹചര്യങ്ങൾ മറികടന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നിങ്ങനെയാണ് എല്ലമ്മനെ വീണയെ ആശംസിച്ച ആരാധകർ കുറിച്ചത്.